എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാമോ? നമ്മൾ ഡൽഹിയിലെ ഫേമസ് ആയിട്ടുള്ള ലോധി ഗാർഡൻ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഫൈനലി റീച്ച് ആയിട്ട് ലോധി ഗാർഡൻ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഐസ്ക്രീം വെച്ച് കേട്ടോ. അവിടെ ഇവിടെ ഒരു ചെറിയ കുട്ടിപ്പട്ടാളുണ്ട്, കണ്ടല്ലോ. ലോധി ഗാർഡൻ ഫ്രണ്ട് സൈഡ് വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഡോഗ്സ് ഓൺ ലീഷ് അലൗഡ് ഓൺലി ബിറ്റ്വീൻ 8 AM to 5 PM. ഇതാണ് ബ്യൂട്ടിഫുൾ എൻട്രൻസ്. എക്സ്പ്ലെയിൻ യുവർ സെൽഫ്, വാട്ട് യു ഫീൽ ആയിട്ട് എന്തെങ്കിലും പറയും. പെട്ടെന്ന് ലോധി ഗാർഡനിലേക്ക് വരാനുണ്ടായ കാരണം പറയൂ. ശരിക്കും നല്ല പീസ്ഫുൾ ആയിട്ട് സ്ഥലമാണ്. ഓക്കെ, നല്ല ഭംഗിയുണ്ട് കാണാൻ. സ്ഥലമാണ്. ഓക്കെ, പിന്നെ ഹിസ്റ്റോറിക്കൽ ആയിട്ട് സ്ഥലമാണ്. ഓക്കെ ഓക്കെ, ബാക്കി നമുക്ക് പോയിട്ട് വരാം. ഓക്കെ, ഇത് ബ്യൂട്ടിഫുള്ളി അറേഞ്ച് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമ്മൾ എൻട്രൻസിൽ നിന്ന് കാണുന്ന ഒരു വൈറ്റിഷ് കളർ ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തേക്ക് പോയാൽ നല്ല അടിപൊളിയൊരു സംഭവമുണ്ട്. ഇതാ പോണു എൻ്റെ പ്രോഡക്റ്റ്, ഇതോ പോണു. മുമ്പ് ഇവിടെ വന്നിട്ടുള്ള ആരോ പോലെ ചമ്പ്രതേ സിംഹം സിംഹമാണ് കേട്ടോ. അത് ഇരുന്ന പോലീസ് പിടിക്കും. നമുക്ക് ഇതാ ഏട്ടാ അമ്മൂനെ ശ്രദ്ധിക്കണേ. പോലെ നിൽക്ക്. ഏട്ടാ അമ്മു പോണേട്ടാ, കമോണിയ. ആക്ച്വലി നമ്മളിപ്പോൾ നിൽക്കുന്ന ലോധി ഗാർഡനിലെ അകത്തേക്കാണ്. ഇവിടെ എന്ന് പറയുന്നത് യോഗ ഗ്രൗണ്ടാണ്. ഇവിടെ ഇരുന്ന് ഒരുപാട് ആൾക്കാർ യോഗാസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ നല്ല പീസ്ഫുൾ ആയിട്ട് നല്ല വൈറ്റ് കളർ ഫ്ലവർ ഒന്ന് കാണിക്കാൻ ഇങ്ങോട്ടേക്ക്. ഇതവിടെ നോക്ക്, കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട്. ഒന്ന് സൂമാക്കി നോക്കി. സീ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. ആളുകൾ ഇവിടെ യോഗയൊക്കെ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇതാണ് യോഗ ഗ്രൗണ്ട്. കണ്ടോ, അവിടെ വലിയൊരു മിനാർ കാണുന്നുണ്ട്. അതെന്താണ്, നമുക്ക് പോയി നോക്കാം. കണ്ടോ, അവിടെ കുറേ മരങ്ങളുണ്ട്. ഇതിൻ്റെ അണ്ടറിൽ കുറേ ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഹീറ്റ് കുറഞ്ഞത് കൊണ്ട് അല്ലേ നമുക്ക് ഇത് ഭയങ്കര കൂളായിട്ട് തോന്നുന്നത്. ഒരാളിത് കുത്തുബ് മിനാറാണെന്നാണ് പറയണത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം കുത്തുബ് മിനാർ പോയില്ലേ, അത് കാരണം ഒരാൾ പറയണത് ഇത് കുത്തുബ് മിനാറാണെന്ന്. എടാ ഇവിടെ വാടാ, നമുക്ക് സൺലൈറ്റ് കാണണ്ടേ? എവിടെ ഇവിടെ സൺലൈറ്റ്? ലെറ്റ്സ് എൻജോയ്. എവിടെ? സമൃദ്ധ പോകുന്ന കണ്ടോ? സമൃദ്ധ കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ വന്നല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ ആയിരുന്ന പോലെ പോണേ. അവളെ നമുക്ക് വഴി കട്ടണേ. കണ്ടോ, ड्यूटी पे क्या? चलो मैं करूँगा, थोड़ी फ्री होने वाला, ठीक है? थोड़ा कर लो, शाम से करता हूँ, ठीक है? അങ്ങോട്ട് കാണാൻ പോണ്ടേ? അയ്യ ഏട്ടാ അമ്മ കണ്ടു വെക്കണേ. ഏതാണെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ കൊതിച്ച് നടക്കാം. അപ്പം ഏട്ടന് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ സെറ്റ് എടുക്കട്ടെ. ഏട്ടാ നോക്കിയിലേക്ക് കയറി തല കൊണ്ടുപോകാം. യെസ്,
അതെന്നോ ഇറങ്ങി വന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടുന്ന് ഞാൻ എൻ്റെ ബാക്ക് സൈഡ് എടുക്കണം. ഇതെല്ലാം നമ്മൾ ആദ്യം ഫ്രണ്ടിൽ നിന്ന് വരുമ്പോൾ കിട്ടുന്ന വ്യൂസാണ് കേട്ടോ. എൻ്റെ കൂടെ വന്ന രണ്ടാൾക്കാരെ കാണില്ല. അപ്പോൾ ഞാൻ അവരെ തപ്പി നോക്കുകയാണ്. അവരുടെ അവിടെ ഉണ്ട്, എന്താ കണ്ടു കിട്ടിയിരിക്കണോ? എന്തോ ഒരു കിളികൾ എങ്ങനെ ബഹളം വെക്കണേ. ഇത് ഈ തത്തുമ്മയാണ് കേട്ടോ. ഒരുപാട് തത്തുമ്മയുണ്ട് ഇവിടെ, ഒരുപാട് നല്ല തത്തുമ്മയുണ്ട്. പച്ചക്ക ഭയങ്കര കലപിലാതെ ഇങ്ങനെ സംസാരിക്കുക. എവിടെ പോണടാ? എല്ലാ കല്ല് വെച്ചതും കുത്തുപ്പിലാണെന്നാണ് കുട്ടി പറയുന്നത്. സൂക്ഷിച്ചു പോകട്ടോ. അയ്യോ, പടി കയറട്ടെ. ഇത് നോക്കിക്കോ, ഹൗസോ വന്നിട്ടുള്ള. പക്ഷേ ഇതൊക്കെ തോമ്പുകളാണെന്നാണ്. 1 2 3 4 5 6 7 8 കണ്ടോ? എന്ത് മനോഹരമാണെന്നല്ലേ. കാണുന്ന എന്തോ ഭയങ്കര ഹിസ്റ്റോറിക്കലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നോക്കി, ബാക്കിയെല്ലാം നോർമലാണെങ്കിൽ ഈ ഒരു തോമ്പിന് മാത്രം ഒരു സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. കല്ല് കുറച്ചും കൂടെ മുകളിൽ കേട്ടിട്ടില്ല. അതെന്താ നമുക്ക് നോക്കണം. തത്തുമേ, അയ്യോ ഇങ്ങനെ പറക്കണ കണ്ടോ ഇവിടെ, ഇങ്ങനെ കളിക്കുക. അമുഖം ഇതാണ് ശീശ ഗുമ്പാട്. ഇത് ശീശ ഗുമ്പാടിൻ്റെ മാർഗരേഖയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ബോർഡ് ആക്ച്വലി മഴയൊക്കെ പിന്നെ നശിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കിവിടെ കുറച്ച് എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹലോ, അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് ഇരിക്കാൻ വിചാരിക്കുന്നു. നല്ല എന്താ പറയുക, ഭയങ്കര കൂളായിട്ടുള്ള മഴ. ഇല്ല മോനെ, അവിടെ നിന്ന് പോയി വാ. രണ്ടും ഒന്നും തന്നെയാണ് മടുപ്പിച്ച്. വാ, ഇത് നോക്കടാ, ഫ്ലവർ നോക്കടാ. ഇതവിടെ ചെടിയുണ്ട്, ഇതാ നോക്ക്. ഇതവിടെ ഫ്ലവർ നോക്ക്, ഫ്ലവർ. അവളെ വിളി. ഞങ്ങൾ അമ്മക്കൂട്ടനെ പറ്റിച്ച് ഒളിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്ത് വരുമോ നോക്കട്ടെ. ഞങ്ങൾ ഒളിച്ച് നിൽക്കുകയാണ്. അമ്മക്കൂട്ടൻ ഞങ്ങളെ കാണുന്നില്ല. അമ്മക്കൂട്ടൻ എക്സ്പ്രഷൻ എടുക്കാം കേട്ടോ. ഞങ്ങളെ നോക്കി വരിക. അമ്മനെ പറ്റിച്ച്, അച്ഛനും അമ്മയെ പറ്റിച്ച്. ഇരിക്കാൻ പോവാണ്. എൻ്റെ ചപ്പൽ വിട്ടിട്ട് അമ്മക്കുട്ടി കാം ചിരിയാ. ഏട്ടാ അമ്മക്കൂട്ടി ഇരിക്കാം. ഏട്ടാ അവിടെ നിൽക്ക്. ലുക്കൊക്കെ വെച്ചിട്ട് ചച്ച കയ്യിലൊക്കെ നോക്കിയൊക്കെ സ്റ്റൈലായിട്ട് അങ്ങനെ അത് വെള്ളം അങ്ങനെ സൂപ്പർ 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 സ്റ്റാൻഡ്. അച്ഛനടുത്ത് പോയി നല്ല ഫോട്ടോ എടുക്കണം. ഏട്ടാ ഒന്ന് എടാ ദാസ അവിടെ വാടാ, നമുക്ക് ഉറങ്ങാടാ. കിടക്കാന്ന് പറഞ്ഞപ്പോൾ ഒരാൾക്ക് മാറിപ്പോയിട്ടാ. അല്ല, അച്ഛൻ ചെരുപ്പിട്ടോ, അച്ഛന്മാർ ചെരുപ്പിടാൻ വന്നു. അവിടെ ക്ലിക്ക് ചെയ്ത് ഫോട്ടോ എടുക്കാൻ പറ്റി. എടുത്തായിരുന്നു. അച്ഛൻ്റെ കൂടെ പോവുക, ഓടിച്ചെന്ന് കിടക്കും.
you for this love, my lovely husband. Come close to me. I love you. ഒന്നെടുക്കറിയാമോ അമ്മ പഠിപ്പിച്ചു അങ്കിള് കണ്ടോ നമുക്ക് ഫുഡ് കൊണ്ടുവന്നു കണ്ടോ അച്ഛന് ഫോട്ടോ എടുക്കും കണ്ടോ ഞാൻ അവിടെ കഴിഞ്ഞു 50 വിശപ്പ് വന്നേ അച്ഛൻ തരും ബാ എവിടെ തരുവോടെ വാടാ ചെറിയ മസാല നാരങ്ങ അന്ന് പാടണം നോക്കണം കണ്ടോ ആകാശത്ത് പറവകളൊക്കെ ഇതാ വീട്ടിലേക്ക് പോണേ അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം പിടിക്കോ മോനിവിടെ വാമയുടെ കൂടെ എടാ എടാ നോക്കടാ പറന്ന് പോണടാ അപ്പോൾ നമ്മൾ ഫൈനലി ബാക്ക് ടു ലോബി ഗാർഡൻ ഇപ്പോൾ നമ്മൾ ജനകപുരി എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ അതുപോലെ തന്നെ യൂണിറ്റ് മാളിലാണ് അപ്പോൾ യൂണിറ്റ് മാളിൽ നമ്മളിവിടെ KFC യിലാണ് അടിപൊളി ഒരു അറേഞ്ച്മെൻ്റ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് തടി ഇവിടുന്ന് പെട്ടെന്ന് ഒരു രീതിയിൽ കണ്ടുപോലെ എങ്ങനെയുണ്ട് ഫുഡ് നല്ല ഫുഡാണ് എന്തൊക്കെ ഓർഡർ ചെയ്തത് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് ക്രിസ്പർ ചിക്കൻ ഉണ്ട് 7 ഫോർ മീ 7 അതിന് വേണ്ടിയിട്ട് മെറിൻഡ ഐ നോട്ട് സജസ്റ്റിംഗ് ദിസ് കൈൻഡ്സ് ഓഫ് ഫുഡ് ഗൈസ് നമ്മൾ റയറായിട്ട് മാത്രം കഴിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ സോ സംഗീതം ഹായ് ഓക്കെ അപ്പോൾ നമുക്ക് നല്ല എല്ലാവർക്കും നല്ല ഗുഡ് ഈവനിങ് ഗൈസ് ഞാൻ കഴിക്കുന്നുണ്ട് അതെ മറ്റേത് ഇതല്ലേ കടലക്ക് ഇത് ഫ്രൈസാണ് ചിക്കൻ അവിടെ എടുത്ത് കഴിക്കടാ അല്ലയോ വിളിയോ Chicken is very crispy. സ്പൈസി ചീസി ടേസ്റ്റി സൈസ് ഞങ്ങൾക്ക് ഒട്ടും വിശപ്പില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഓർഡർ ചെയ്യും അനിയോട് കഴിക്കാൻ പാടില്ല യെസ് പറ നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ മനസ്സിലായി ഇതൊന്നും ഇന്നത്തെ കാണുന്നത് ഞങ്ങളിപ്പോൾ ഡയറ്റ് അവസാനിപ്പിച്ച് തുടങ്ങിയതാണ് ഞാനൊരു അഡ്വൈസ് തരാം എന്താ വെച്ചാൽ നമ്മളൊരിക്കലും നമ്മുടെ റിട്ടയർമെൻറ്റ് ടൈപ്പ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യും നമ്മുടെ എന്താ പറയുക ഓൺ ദ ടൈം ജീവിച്ചുകൊണ്ടേ ഇരിക്കും അല്ലേ ഏട്ടാ മാക്സിമം എൻജോയ് ആവുക അല്ലേ ഏട്ടൻ അഭിപ്രായം ഏട്ടാ പറ ഞാനും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ അടിച്ചു പിടിക്കാനാണ് തീരുമാനം മുമ്പേ അടിച്ചു പിടിക്കും റിട്ടയർമെൻറ്റ് ലൈഫ് ഈസ് എൻഡ് പീരീഡ് ഓഫ് ലൈഫ് എന്നിട്ട് നമുക്ക് ഇപ്പോൾ വയസ്സാകുമ്പോൾ എത്ര അസുഖങ്ങൾ തരാം നമുക്കൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ജീവിച്ചു പോവാം ഓക്കെ അപ്പോൾ ഗൈസ് നമ്മൾ ലോബി ഗാർഡനിൽ തിരിച്ചു പോവുകയാണ് അപ്പോൾ എന്താ കേട്ടോ പറയാ വി റെക്കമെൻഡ് ദിസ് പ്ലേസ് ഫോർ വിസിറ്റ് ബെസ്റ്റ് പ്ലേസ് പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വരാം